സൈന്യത്തിൽ ചേരണമെന്നായിരുന്നു തന്റെ ആഗ്രഹമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ആകുമെന്ന് ഒരിക്കലും കരുതിയതല്ല. രാമകൃഷ്ണ മിഷൻ സ്വാധീനിച്ചെന്ന് മോദി നടൻ അക്ഷയ് കുമാറുമായുള്ള അഭിമുഖത്തിൽ തുറന്നു പറയുന്നു. രാഷ്ട്രീയത്തിന് അപ്പുറത്ത് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ സന്തോഷമെന്ന് നരേന്ദ്രമോദി പറയുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബം വിട്ടുപോകേണ്ടി വന്നുവെന്നും ക്രിയാത്മകമായ വിമർശനം സ്വീകരിക്കുന്നുവെന്നും മോദി കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി ഒരു സാധാരണ മനുഷ്യനായിരിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നത്. താൻ ദേഷ്യപ്പെടാത്തത് പലരെയും പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ടെന്നും മോദി കൂട്ടിച്ചേർത്തു. താൻ ഭയങ്കര കർക്കശക്കാരനാണെന്നത് ശരിയല്ല, എന്നാൽ ജോലി ചെയ്യുമ്പോൾ സമയം പാഴാക്കാറില്ലെന്നും മോദി പറയുന്നു. സന്യാസിയാകണമെന്നും ആഗ്രഹിച്ചു. മമതാ ബാനർജി കുർത്തയും മധുരവുമൊക്കെ തനിക്ക് അയക്കാറുണ്ടെന്നും മോദി വിശദീകരിച്ചു. ആദ്യമായി MLA ആകുന്ന സമയത്ത് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലായിരുന്നു. സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ജീവനക്കാർക്കൊക്കെ പണം നൽകാറുണ്ടെന്നും മോദി പറയുന്നു. ജനാധിപത്യ രാജ്യത്തെ യഥാർത്ഥ ശക്തിയെന്നും സ്വന്തം നാട്ടിൽ വോട്ട് ചെയ്യാൻ സാധിച്ചതിൽ അഭിമാനിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തന്റെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പറഞ്ഞിരുന്നു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായാണ് അദ്ദേഹം ഇങ്ങനെ ഉത്തരം നൽകിയത്. ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിന് പകരം തുറന്ന ജീപ്പിലാണ് മോദി എത്തിയതെന്നത് ഏറെ ശ്രദ്ധേയവുമായിരുന്നു. ജനങ്ങൾക്ക് നേരെ കൈവീശിയും കൂപ്പിയും പോളിംഗ് ബൂത്തിലേക്ക് നടന്ന മോദിയോടൊപ്പം വൻ സുരക്ഷാ സന്നാഹവും ഉണ്ടായിരുന്നു. അനുയായികളുടെ വന്ദേ മാതരം വിളികൾക്കിടയിലൂടെയാണ് മോദി മാധ്യമങ്ങളോട് സംസാരിച്ചത്. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായും കുടുംബവും മോദിയെ അനുഗമിച്ചിരുന്നു. ഷായുടെ പേരക്കുട്ടിയുടെ കൈപിടിച്ചാണ് മോദി ആൾക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തത്. എന്തായാലും തന്റെ ആഗ്രഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താൻ ഒരിക്കലും പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. തന്റെ ആഗ്രഹം സൈന്യത്തിൽ ചേരാനായിരുന്നു. പ്രധാനമന്ത്രി എന്നത് എപ്പോഴും സാധാരണക്കാരനായിരിക്കണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.